അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അർച്ചന രണ്ടും കൽപ്പിച്ചാണ് ചന്ദ്രകാന്തത്ത് പോയിരിക്കുന്നത്. ചന്ദ്രകാന്തത്തിലുള്ളവരൊക്കെ ഞെട്ടിപ്പോവുകയാണ് അർച്ചനയുടെ വരവ്. എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്ന് വിജയശങ്കറിനും തോന്നുകയാണ് കേട്ടോ. അതേസമയം അമ്പാട്ടി വീട്ടിലെ മഞ്ജുവും രുക്കുവിനും ആകെ മൊത്തം അർച്ചന പോയതിൽ ഭയങ്കര കലിപ്പാണ് കേട്ടോ. ഇത് വീട്ടിലെ കാര്യങ്ങളൊന്നും ആർക്കും ഒന്നും അറിയണ്ട, എല്ലാ കാര്യങ്ങളും അർച്ചന വേണ്ട വിധേന ചെയ്യുമായിരുന്നു. ഇതുവരെയും അവർ ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഒരു കാര്യങ്ങളും അർച്ചന അവരെ ആരെയും അറിയിച്ചിട്ടില്ല. അതേസമയം അച്ചു ഓഫീസിലിരിക്കുമ്പോൾ രുക്കു അച്ചുവിനെ വിളിക്കുകയാണ് കേട്ടോ. ഫോൺ ചെയ്തിട്ട് പറയുകയാണ്, നിൻ്റെ ചേച്ചി എന്ത് ഭാവിച്ചിട്ടാണ് ചന്ദ്രകാന്തത്തിലേക്ക് പോയിരിക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആര് നോക്കും? എന്താണ് നിൻ്റെ ചേച്ചിയുടെ ഉദ്ദേശം എന്നെല്ലാം പറഞ്ഞിട്ട് രുക്കു അച്ചുവിനെ ഫോൺ ചെയ്യാണ് കേട്ടോ. അച്ചു പറയും, സാധാരണ ചേച്ചി അവിടെ ഇല്ലാതെ പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക്, നിങ്ങളൊക്കെ നോക്കും ബാക്കി കാര്യങ്ങൾ എന്നിങ്ങനെ രുക്കുവിനോട് നല്ല ഒരു അടിച്ച് പറയും പോലെ നമ്മുടെ അച്ചു പറയണം കേട്ടോ. കോള് വെച്ച് പറയണം കേട്ടോ അച്ചു. അതേസമയം രുക്കുവിന് അങ്ങനെ കലി കയറുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ JK എവിടെയും നിന്നിട്ട് സാധാരണ വണ്ടി തടുക്കാറുണ്ടല്ലോ, അതേപോലെ ഒരു ലിഫ്റ്റ് ചെയ്തെടുത്തിട്ട് കയറിയത് പക്ഷേ നമ്മുടെ വിജയശങ്കറിൻ്റെ കാറിലായിരിക്കും കേട്ടോ. ആ കാറിലാണ് കയറിയത്. വിജയശങ്കറിന് അങ്ങനെ കലി വരികയാണ് കേട്ടോ. JK കയറിയതും കണ്ടതും ഇറങ്ങടാ എന്ന് പറയണം കേട്ടോ. അതേസമയം JK പറയും, ഏതായാലും ഞാൻ കയറിയല്ലോ, എനിക്കൊരു ലിഫ്റ്റ് തായോ, കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയാൽ മതി, ഞാൻ അവിടെ ഇറങ്ങിക്കോളാമെന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കറിന് അങ്ങനെ ദേഷ്യം വരും കേട്ടോ. വിജയശങ്കർ അങ്ങനെ ഡോറ് തുറന്ന് ഇറങ്ങിയിട്ട് JK വലിച്ചിറക്കാൻ പ്ലാൻ ചെയ്യണം കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ JK 4 ഡയലോഗൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ. ഏതായാലും വിജയശങ്കറിൻ്റെ മനസ്സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ അർച്ചന ചന്ദ്രകാന്തത്തിൽ പോയിരിക്കുന്നത് കേട്ടോ. ചന്ദ്രയ്ക്ക് ആകെ മൊത്തം ഇളകി തിരിച്ച് നിൽക്കുകയാണ്. ചന്ദ്രനി ആകെ കലി തുള്ളിയിട്ട് വിജയശങ്കറിനോട് പറയും, രണ്ട് ഭാര്യമാരും കൂടിയിട്ട് ഒരു വീട്ടിലിരിക്കാനുള്ള മനക്കട്ടി എനിക്കില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് വരണോ അതോ ഇവളെ നിങ്ങൾ അടിച്ചിറക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ.